ശത്രുവിന്റെ ശത്രു മിത്രം. ആ ഒരു സ്കീമാണ് പാക് ഇപ്പോൾ നോട്ടമിടുന്നത്. പേൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും അന്താരാഷ്ട്ര തലത്തിൽ പിന്തുണ തേടി വരികയാണ്. നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്രജ്ഞരെ ഇന്ത്യ കാര്യങ്ങൾ അറിയിച്ചു. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലനി തുടങ്ങിയ നിരവധി രാജ്യങ്ങളിലെ നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതേക്കുറിച്ച് ചർച്ചകളും നടത്തിയിട്ടുണ്ട്. ആണവായുധങ്ങളുള്ള രണ്ട് അയൽക്കാർക്കിടയിൽ മധ്യസ്ഥത വഹിക്കാനുള്ള വ്യക്തമായ ശ്രമത്തിൽ സൗദി അറേബ്യ, യുണൈറ്റഡ് കിങ്ഡം, ഇറാൻ തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ ഇരു രാജ്യങ്ങളുമായും ഇടപെട്ടിട്ടുമുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രസ്താവനകളിൽ നിന്നും നിലപാടുകളിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്: ഭീകരതയുടെ കാര്യത്തിൽ പൊരുതാനായി ലോകം ഇന്ത്യയുടെ കൂടെ നിൽക്കും, സഹാനുഭൂതി കാണിക്കും. കൂടാതെ പാകിസ്ഥാൻ തീവ്രവാദത്തിന് നൽകുന്ന ദീർഘകാല പിന്തുണയെക്കുറിച്ച് ലോകത്തിന് നന്നായി അറിയാം. എന്നാലും ചില രാജ്യങ്ങൾ പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്നതിൽ നിന്ന് മാറ്റമൊന്നും വന്നിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. ചൈനയും തുർക്കിയും തന്നെയാണ് ഈ കാര്യത്തിൽ ആദ്യം സംശയിക്കപ്പെടുന്നവർ. സമീപ വർഷങ്ങളിൽ ഷെയ്ഖ് ഹസീന പുറത്തായതിനു ശേഷം മാലിദ്വീപ്, ബംഗ്ലാദേശ് തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ പാകിസ്ഥാനുമായി അടുത്തിട്ടുണ്ട്. ചരിത്രപരമായി 1971 ഇന്ത്യയുമായുള്ള യുദ്ധത്തിൽ എന്ന പോലെ പിന്തുണയ്ക്കായി പാകിസ്ഥാൻ അമേരിക്കയെ നിരന്തരം ആശ്രയിക്കുന്നുമുണ്ട്. എന്നിരുന്നാലും ചൈനയുടെയും തുർക്കിയുടെയും ശബ്ദ പിന്തുണയും അമേരിക്കയുടെ ചരിത്രപരമായ പിന്തുണയും ഉണ്ടായിരുന്നിട്ടും ഇന്ത്യയുമായുള്ള സംഘർഷത്തിൽ ഇത്തവണ പാകിസ്ഥാന് കാര്യമായ പിന്തുണ ലഭിക്കുമെന്ന് തോന്നുന്നില്ല. ഇനി ചൈന പാകിസ്ഥാനെ ശരിക്കും പിന്തുണയ്ക്കുമോ? കോൾഡ് വാറിന്റെ കാലഘട്ടം മുതലാണ് ചൈനയും പാകിസ്ഥാനും കൂട്ടായത് എന്നാണ് പൊതുധാരണ. പക്ഷേ ഇരു രാജ്യങ്ങളും മുമ്പും പങ്കാളികളായിരുന്നു. എന്നാൽ 1965, 1971 അല്ലെങ്കിൽ 1999 യുദ്ധങ്ങളിൽ പാകിസ്ഥാനെ ചൈന സജീവമായി പിന്തുണച്ചിരുന്നു എന്നല്ല ഇതിനർത്ഥം. തീർച്ചയായിട്ടും ഏതെങ്കിലും സംഘർഷത്തിൽ ചൈന പാക് പങ്കാളിത്തം സംബന്ധിച്ച ആശങ്കകളുണ്ട്. യഥാർത്ഥ നിയന്ത്രണ രേഖ, അതായത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിലൂടെ ഇന്ത്യയെ ചൈനയ്ക്ക് സ്വാധീനിക്കാൻ കഴിയും. പക്ഷെ ഒരു പൂർണ്ണ തോതിലുള്ള പ്രവേശനത്തിന് സാധ്യതയില്ല. ഒന്നാമതായി, ചൈന ഇന്ത്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിച്ചു വരികയാണ്. കൂടാതെ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ സംഘർഷങ്ങളും അതിനൊപ്പം തന്നെ അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധവും കൊണ്ട് ചൈന പെട്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇതിന്റെയൊക്കെ കൂടെ ഒരു പണി കൂടി വാങ്ങിവെക്കാൻ ചൈന മടിക്കും. സാധ്യത വളരെ കുറവാണ്. മാക്സിമം ചൈനയ്ക്ക് പാകിസ്ഥാന് ആയുധങ്ങളോ സാങ്കേതിക പിന്തുണയോ അല്ലെങ്കിൽ നയതന്ത്ര സഹായമോ ഒക്കെ നൽകാൻ സാധിക്കുമായിരിക്കും. പക്ഷേ യുദ്ധത്തിൽ നേരിട്ട് പങ്കുചേരാൻ സാധ്യതയില്ല. പിന്നെ ആയുധ വിതരണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ചൈനയുടെ 82% പ്രതിരോധ കയറ്റുമതിയും ഇതിനോടകം തന്നെ പാകിസ്ഥാനിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സഹായം അല്ലെങ്കിൽ ചൈന ഇതുവരെ ചെയ്തിട്ടില്ലാത്ത അസാധാരണമായി എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുമില്ല. ഇനി അടുത്ത സംശയം ഇവിടെയാണ്: ഇന്ത്യക്കെതിരെ തുർക്കി പാകിസ്ഥാനുമായി ചേരുമോ എന്നത്. സമീപ വർഷങ്ങളിൽ തുർക്കി ഒരു പ്രധാന ജിയോ പൊളിറ്റിക്കൽ ശക്തിയായി വളർന്നു വരികയാണ്. റജബ് തയ്യിബ് എർദോഗന്റെ കീഴിൽ രാജ്യം ഇസ്ലാമിക ലോകത്തിന്റെ നേതാവായി സ്വയം നിലകൊള്ളുകയും ലോക മുസ്ലിങ്ങളുടെ നേതാവെന്ന നിലയിൽ സൗദി അറേബ്യയുടെ സ്ഥാനത്തെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നുമുണ്ട്. ഒരു ലീഡിംഗ് ആയുധ നിർമ്മാതാവും അതുപോലെ എക്സ്പോർട്ടർ എന്ന നിലയിൽ തുർക്കിയുടെ ഒരു പ്രധാന ഉപഭോക്താവാണ് പാകിസ്ഥാനും. ഇനി യുദ്ധത്തിൽ പരീക്ഷിക്കപ്പെടാത്ത ചൈനീസ് ആയുധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തുർക്കിയുടെ ആയുധങ്ങൾ ആധുനികവും യുദ്ധത്തിൽ തെളിയിക്കപ്പെട്ടതുമൊക്കെയാണ്. അർമേനിയ അസർബൈജാൻ യുദ്ധം, അതുപോലെ നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ-യുക്രൈൻ യുദ്ധം എന്നിവയുൾപ്പെടെ സമീപകാലത്തെ വിവിധ സംഘർഷങ്ങളിൽ അവ ഫലപ്രദമായി വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആയുധങ്ങൾ കൂടുതൽ വിശ്വസനീയവും ഫലപ്രദവുമാകുന്നുണ്ട്. ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും പാകിസ്ഥാൻ അനുകൂലമായി തുർക്കിക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ സാധ്യമല്ല. ഒന്നാമതായിട്ട്, ആയുധ നിർമ്മാണത്തിന് സമയമെടുക്കും. ഉൽപാദനം വർദ്ധിപ്പിക്കുമ്പോഴേക്കും സ്ഥിതിഗതികൾ മാറാനും ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് അമേരിക്കയുടെ കാര്യമാണ്. അമേരിക്കയുടെ പിന്തുണ അതൊരു പഴയകാല കാര്യമാണ്. കോൾഡ് വാർ ഒക്കെ അവസാനിച്ചല്ലോ. പാകിസ്ഥാൻ ഇനി അമേരിക്കയുടെ ഒരു കേന്ദ്ര ബിന്ദുവുമല്ല. ഇന്ത്യയുമായി യുദ്ധമുണ്ടായാൽ അമേരിക്ക സപ്പോർട്ട് ചെയ്യുമെന്ന് പാകിസ്ഥാൻ ഇനി പ്രതീക്ഷിക്കാനുമാവില്ല. ശീതയുദ്ധാന്തര ലോകത്ത് ഇന്ത്യ-US ബന്ധം നിരന്തരം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു, ഇപ്പോഴും വർദ്ധിക്കുന്നു. പേൽഗാം ആക്രമണത്തെ തുടർന്ന് ട്രംപ് ഭരണകൂടം ഇന്ത്യക്ക് പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. ഇതോടെ മികച്ച സൈനിക രഹസ്യാന്വേഷണ ബന്ധങ്ങളാണ് ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ളത് എന്ന് തന്നെ മനസ്സിലാക്കാം. 1971 സോവിയറ്റ് യൂണിയനെ നേരിടാൻ വേണ്ടി പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് വളരെ പ്രധാനമായിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. പ്രധാന US എതിരാളിയായ ചൈനയ്ക്കെതിരെ നിൽക്കാൻ ഇന്ത്യ ഇപ്പോൾ ആ ഒരു കേന്ദ്ര ബിന്ദുസ്ഥാനം വഹിക്കുകയാണ്. പാകിസ്ഥാന് അവിടെയും തീരെ രക്ഷയില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അടുത്തത് മാലിദ്വീപും ബംഗ്ലാദേശുമാണ്. ഭീകരവാദങ്ങളും അല്ലറച്ചിലുള്ള ശല്യവും ഒഴികെ മാലിദ്വീപും ബംഗ്ലാദേശും കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്ലാമിസ്റ്റുകൾ അധികാരത്തിലിരിക്കുന്നതിനാൽ ഈ രണ്ട് രാജ്യങ്ങളും അടുത്തിടെ പാകിസ്ഥാനുമായി അടുപ്പത്തിലാണ്. എന്നാൽ അവർ ആയുധങ്ങൾ നിർമ്മിക്കുന്നവരല്ല. അഭിമാനിക്കാൻ തക്കതായ ശക്തമായ സൈന്യങ്ങളുമില്ല. ചൈനയെ പോലെ അവർക്ക് അന്താരാഷ്ട്ര സ്വാധീനവുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ പാക് സംഘർഷത്തിൽ ഈ രാജ്യങ്ങളെ ചെറിയ ഘടകങ്ങളായി പോലും കണക്കാക്കാനാവില്ല എന്നതാണ് വാസ്തവം. അപ്പോൾ ഇതിന്റെ ഒരു ചുരുക്കം ഇതാണ്: ഇന്ത്യക്കെതിരായ നടപടികളിൽ വിശ്വസിക്കാൻ പറ്റാത്ത സുഹൃത്തുക്കളാണ് ശരിക്കും പാകിസ്ഥാനുള്ളത്. അടുത്തിടെയായി പാകിസ്ഥാൻ ഇസ്ലാമിസത്തിന് പുറത്ത് നിരവധി സുഹൃത്തുക്കളെ വളർത്തിയെടുത്തിട്ടുണ്ട്.
കൂടാതെ പൊതുവായ ജിയോ പൊളിറ്റിക്കൽ ലക്ഷ്യങ്ങളും പങ്കുവയ്ക്കുന്നുമുണ്ട്. എങ്കിലും പേൽഗാം ആക്രമണത്തെ തുടർന്ന് കളികൾ മാറിയെന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ത്യയുമായുള്ള ഒരു സംഘർഷത്തിൽ കൂടെ നിൽക്കാൻ ഈ സുഹൃത്തുക്കൾ ആരും പൂർണ്ണമായി പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ ഒരു സാധ്യതയുമില്ല.